പാലയിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇലക്ഷൻ പോസ്റ്ററാണ് ഈ കാണുന്നത്. സന്തോഷ് പുളിക്കൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നാണ് ഈ ഓട്ടോയിൽ എഴുതിയേക്കണേ. അതുകൊണ്ട് നമ്മൾ ഈ ഓട്ടോനെ ചേസ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. ഓട്ടോ ഓടിക്കുന്ന അപ്പനോട് തന്നെ ചോദിക്കാം, അച്ഛാ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടൊരു പോസ്റ്റർ? അത് പോസ്റ്റർ അങ്ങനെ വെച്ചേക്കുന്നതെന്ന് വെച്ചാല് ഇത് എല്ലാം ജയിപ്പിക്കുന്നില്ലേ, ഇടയ്ക്ക് തോപ്പിക്കാന്ന് വെക്കാം. തോപ്പിക്കാൻ വെച്ചാൽ ജയിപ്പിച്ചിരിക്കും. തോപ്പിക്കാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആൾക്കാർ അങ്ങനെയാ എതിരെ ചെയ്യുള്ളൂ. നമ്മുടെ ആളുകൾ അങ്ങനെ എതിരെ ചെയ്യുള്ളൂ. എല്ലാവരും വോട്ട് ചെയ്യും. ഈ കൂടി ഇവനെ ഇവിടെ ചാൻസ് ഉള്ളൂ. ഇവനാണോ ചാൻസ്? ഇവിടെ പാലയിൽ ഇപ്പൊ മൊത്തം നിൽക്കുന്ന ജോസ് കെ മാണി, ഷോൺ ജോർജ്, ഇവന് എന്റെ മകന്, ഒരാൾ കൂടി വരുന്നുണ്ട്, മാണി സി കാപ്പൻ വരുന്നുണ്ട്. ഇവർ 4 പേരാണ് ഇവിടെ നിൽക്കുന്നത്. സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത് സന്തോഷാണ്. ഈ സന്തോഷ് ചേട്ടന്റെ ആരാണ്? എന്റെ ഇളയ മകനാണ്. ഓക്കെ, സ്വന്തം അപ്പൻ തന്നെയാണ് ഇവിടെ തോൽപ്പിക്കാന്ന് പറഞ്ഞ് പോസ്റ്റർ ഒക്കെ ആയിട്ട് നടക്കുന്നത്. ഭയങ്കര രസമായിട്ടുണ്ട് സംഭവം. എന്തായാലും പിന്നെ പോട്ടെ, കൊച്ചറാണി കൊട്ടിയത്ത് മത്സരിക്കുന്ന മകള് ഒരുത്തൻ ഡൽഹി മത്സരിക്കുന്നു. അപ്പൊ എത്ര മക്കളാ മൊത്തം? 4 പേര്. ഒരുത്തൻ കൊട്ടിയം മെഡിക്കൽ കോളേജ് ഡോക്ടർ ബിനോയ് ജോസഫ്, കൊട്ടിയം മെഡിക്കൽ 1ാം ഡോക്ടർ. 4 മക്കളിൽ ഒരാൾ ഡോക്ടറാണ്, ബാക്കി 3 പേരും ഇപ്രാവശ്യം സ്ഥാനാർത്ഥികളാണ്. അപ്പൊ 3 പേരുടെയും പോസ്റ്റർ ഇങ്ങനെ തന്നെയാണോ, തോൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് തന്നെയാണോ? ഇവനെങ്ങനെ എഴുതി വെച്ചെന്നേ ഉള്ളൂ. മോന്റെ ഐഡിയ മോൻ പിടിക്കുമോ അപ്പൊ ഇപ്രാവശ്യം പാല പിടിക്കുന്ന അറിവ് വന്നേക്കുന്നത്? അതെ അല്ലേ. മോനിപ്പോ രാഷ്ട്രീയത്തില് നേരത്തോട്ട് ഇലക്ഷൻ നിൽക്കുന്ന ആളാ. ഇലക്ഷൻ നിൽക്കുന്നത് നേരത്തോട്ട് നിൽക്കുന്ന ആദ്യമല്ല. സ്വതന്ത്രമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ ഉണ്ടായിരുന്നു, അവിടെ തോറ്റുപോയി. ഇപ്പൊ 3-4 പ്രാവശ്യം ചെയ്ത് 3-4 വർഷം നിന്ന് എപ്പോഴെങ്കിലും പിടിച്ചായിരുന്നോ ആള്? എപ്പോഴെങ്കിലും കേറിയായിരുന്നോ ആള്? ആദ്യത്തെ ഒരു ഇലക്ഷൻ ഇവൻ ജയിച്ചു. അതെ അല്ലേ. ഇവിടെ നിന്നിട്ട് ഇതുപോലെ തന്നെ അസംബ്ലി ഇലക്ഷൻ തന്നെയായിരുന്നു. അതല്ല, ഇവിടെ ആളെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ സജീവമായിട്ടുള്ള ആളാണോ? എപ്പോഴും ഇങ്ങനെ സ്വതന്ത്രനായിട്ട് ഒരു പാർട്ടിയിലും ഇല്ല ആള്. അപ്പൊ ഇപ്രാവശ്യം മണി സി കാപ്പനെയും ഷോണിനെയും നമ്മുടെ ജോസ് കെ മാണിനെ ഒക്കെ പൊട്ടിച്ചുകൊണ്ട് സന്തോഷം പിടിക്കും. സന്തോഷിനെ തോൽപ്പിക്കുക എന്നാണ് എന്തായാലും അച്ഛന്റെ പോസ്റ്റർ. എന്തായാലും വ്യത്യസ്തമായ പോസ്റ്റർ. 4 മക്കളിൽ 3 പേര് ആണോ? അപ്പൊ ആള് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ. ആളിപ്പോ എവിടെയുണ്ട്? പ്രചരണത്തിന് ഇറങ്ങിയില്ലേ? പ്രചരണത്തിന് ഇറങ്ങുന്നവരോട് ഇങ്ങനെ തന്നെയാണോ പറയണത്, തോൽപ്പിക്കണം എന്നാണോ പറയണത്? എന്റെ വീടിന്ന് എവിടെയാണെന്നറിയാം, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആയുർവേദം, അതിന്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന വീട്. അതെല്ലേ. മോൻ പ്രചരണത്തിനൊക്കെ ഇറങ്ങുന്നില്ല? ഇറങ്ങും. കുറച്ച് 10 മണി കഴിഞ്ഞ് ഇറങ്ങും. അതെല്ലേ. അവന് പറയുന്നത് നടത്തണ്ട. മൊത്തം ആൾക്കാരെല്ലാം സിംബിളികൾ അറിയുന്നവരാ, അതുകൊണ്ട് വോട്ട് ചെയ്യും. അപ്പൊ മോന് പ്രാവശ്യം പ്രതീക്ഷയുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും മോൻ ജയിച്ചു തരട്ടെ.